വിജയ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത വരികയാണ്. സുപ്രീം കോടതി നാളെ ജനനായകൻ എന്ന സിനിമയെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 10:30 കേസ് കേൾക്കാമെന്നാണ് പറയുന്നത്. അതായത് KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിക്ക് കൊടുത്തിരിക്കുന്ന കേസ്, KVN പ്രൊഡക്ഷൻസ് വേഴ്സസ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന കേസാണ് നാളെ രാവിലെ 10:30 കേൾക്കാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറാകുന്നത്. വിജയ് ആരാധകർക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ്. അവർ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. ഏകദേശം 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമ ഇന്ന് 15-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് മുന്നോട്ട് പോകുന്നത്. ഓർക്കുക, മദ്രാസ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോഴും ആ കേസ് അവിടെ നിൽക്കുകയാണ്. സ്റ്റേ ആണ് 21-ാം തീയതി വരെ. അതിനിടയിലാണ് പ്രൊഡക്ഷൻ കമ്പനി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇട്ട ഒരു ട്വീറ്റ്, എക്സിലിട്ടൊരു പോസ്റ്റ് വളരെയധികം ട്രെൻഡ് ആകുന്നുണ്ട്. അതായത് മോദിയെ എതിർത്തുകൊണ്ടാണ് ഈ സംസാരം വരുന്നത്. അതായത് ഈ ജനനായകൻ എന്ന സിനിമ റിലീസിന് മുന്നേ വരെ ഇതൊരു സ്റ്റേറ്റ് വേഴ്സസ് ഫിലിം എന്നുള്ളൊരു പ്രശ്നമായിട്ടാണ് നിന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു CBFC വേഴ്സസ് ഫിലിം എന്നുള്ളത് മാത്രമാണ് നിന്നതെങ്കിൽ, ഇന്നതൊരു നേഷൻ വൈഡ് ചർച്ചയാണ്. BBC ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞു. ഇത് നേഷൻ വൈഡ് മാത്രമല്ലാണ്ട് ഇത് ലോകമൊട്ടാകെ തന്നെ ചർച്ചയാവുകയാണ് എന്നുള്ളത് വേണം പറയാൻ. അതാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാർക്കറ്റ് റീച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നാളെ സുപ്രീം കോടതിയിലേക്ക് നമുക്ക് കാര്യത്തിലേക്ക് വരാം. സുപ്രീം കോടതിയിലേക്ക് നാളെ ഈ കേസ് വിളിക്കുമ്പോഴേക്കും സുപ്രീം കോടതി എന്തൊക്കെയാണ് പറയാൻ സാധ്യത? ഒന്ന്, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന ഈ വിധി അത് അപ്പാടെ തള്ളി നീക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും. അതായത് ഇല്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റിലീസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിക്ക് അത് പറയാനുള്ള ഒരു കാര്യം ഉണ്ടാകാം, ചാൻസസ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട്, ഇതിപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ഇരിക്കുകയല്ലേ, ഡിവിഷൻ ബെഞ്ച് 21-ാം തീയതിക്ക് ഹിയർ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അത് തള്ളിവിടുകയും ചെയ്യുക. അപ്പോൾ അവിടെ പോയി നിങ്ങൾ എന്താണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നതെന്ന് കേൾക്ക്, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം എന്നതും സുപ്രീം കോടതി പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് കൃത്യമായിട്ട് തന്നെ സുപ്രീം കോടതിക്ക് മുന്നാകെ പറയാൻ പോകുന്നൊരു കാര്യം, ഞങ്ങൾ 9-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാണ്, ഇത്രയധികം നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു, ഇതിനെതിരെ ആര് സംസാരിക്കാൻ പോകുന്നു എന്നൊക്കെ നിർമ്മാതാക്കളും പറയാം. പക്ഷേ ഇതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടും കൂടെ സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ട്വീറ്റ് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വൈറലാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ഞാൻ ആദ്യം വായിക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. The INB Ministry's attempt to block Jananayagan is an attack on Tamil culture. അതായത് കൃത്യമായിട്ട് തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതിനകത്ത് കൊട്ടുകൊടുക്കുന്നത്. അതായത് ഇവർ കൊടുത്തേക്കുന്ന ഈ ഒരു കാര്യം, അതായത് അത് തമിഴ് കൾച്ചറിനെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ ജനനായകൻ്റെ റിലീസ് തടയുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു തീരുമാനം വരുന്നത്. അതിന് അവസാനം പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വരി ഇങ്ങനെയാണ്: മിസ്റ്റർ മോദി, യു വിൽ നെവർ സക്സീഡ് ഇൻ സപ്രസിംഗ് ദ വോയിസ് ഓഫ് ദ തമിഴ് പീപ്പിൾ. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മോദിക്ക് കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ഭീഷണിയും കൂടിയാണെന്ന് വേണമെങ്കിൽ തന്നെ കണക്കാക്കാം. അതായത് മോദിയോട് പറയാണ്, മിസ്റ്റർ മോദി, തമിഴ് ജനതയുടെ ശബ്ദം താഴ്ത്തിക്കെട്ടാൻ നിങ്ങൾക്ക് ഒരിക്കലും ആവില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി മോദിക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല മോദിക്കെതിരെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വിജയ് ചിത്രത്തിന് വേണ്ടി സംസാരിക്കുകയോ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി 2017 മെർസൽ റിലീസ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ട്വിറ്ററിൽ വിജയ് ചിത്രത്തിന് വേണ്ടി മോദിക്കെതിരെയായിട്ടും ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. ആ ട്വീറ്റ് ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി അന്ന് 2017 പറഞ്ഞ ട്വീറ്റ് ഇപ്രകാരമാണ്. അവിടെയും തുടങ്ങുന്നത് മിസ്റ്റർ മോദി എന്നുള്ളതാണ്. അതായത് 2017 എങ്ങനെയാണോ മിസ്റ്റർ മോദി എന്ന് അഭിസംബോധന ചെയ്തത്, 8 വർഷങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി അതേ മിസ്റ്റർ മോദി എന്ന രീതിയിൽ തന്നെയാണ് മോദിയെ അഭിസംബോധന ചെയ്തത്. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: മിസ്റ്റർ മോദി, സിനിമ ഇസ് എ ഡീപ്പ് എക്സ്പ്രഷൻ ഓഫ് തമിഴ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. ഡോണ്ട് ട്രൈ ടു ഡിമോണിറ്റൈസ് തമിഴ് പ്രൈഡ് ബൈ ഇൻ്റർഫിയറിംഗ് ഇൻ മെർസൽ എന്നുള്ളതാണ് പറയുന്നൊരു കാര്യം. അതായത് തമിഴ് സിനിമ കൾച്ചർ ഭാഷയിലെല്ലാം തന്നെ സിനിമ ഭയങ്കരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടറാണ്, അത് അടിവേരാണ്. അതുകൊണ്ട് തന്നെ ആ ഡിമോണിറ്റൈസേഷൻ, തമിഴരുടെ അഭിമാനത്തെ ഡിമോണിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കേണ്ട, അത് മെർസൽ ഇടപെട്ടുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതിനകത്ത് വലിയ ഒരു പൊളിറ്റിക്കൽ ചർച്ചകൾ എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന ഈ ട്വീറ്റ് കൃത്യമായ ഒരു TVK കോൺഗ്രസ് അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നുള്ളതാണ്. ഇത് അങ്ങനെയല്ല എന്നത് വേണം തന്നെ പറയാൻ. ഈ രാഹുൽ ഗാന്ധി ഈ ഇടുന്ന ട്വീറ്റുകൾ ഒരിക്കലും ഇതൊരു പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അങ്ങനെയാണെങ്കിൽ 2017 TVK എന്താണെന്ന് പോലും ചിന്തിക്കാത്ത വിജയുടെ മുന്നിലേക്കാണ് 2017 രാഹുൽ ഗാന്ധി തൻ്റെ അഭിപ്രായമായിട്ട് മുന്നോട്ട് വന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് TVK കോൺഗ്രസ് അലയൻസുമായി പൊരുത്തപ്പെടരുതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇങ്ങനൊരു ട്വീറ്റ് ഇടുമ്പോഴേക്കും അതുമായിട്ടുള്ള ചർച്ചകൾ സ്വാഭാവികമാണ്. കാരണം TVK ഇപ്പോൾ ആരുമായിട്ട് ബന്ധപ്പെട്ട അലയൻസുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഒന്ന്, BJP. ഇപ്പോൾ CBI അന്വേഷണം കഴിഞ്ഞ ദിവസം നടക്കുമ്പോൾ പോലും വിജയ് ചോദ്യം ചെയ്തത് 7 മണിക്കൂറോളം നീണ്ടുകൊണ്ടാണ്. അവിടെ പോലും BJP ഇമ്പോസ് ചെയ്യുകയാണോ TVKയുമായി സഖ്യം ചേരാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസിന് TVK എങ്ങനെയെങ്കിലും വേണം. ഒരു ഭാഗം കോൺഗ്രസ് ആളുകൾക്ക് TVKയുമായിട്ട് അലയൻസ് വേണമെന്നുള്ള ആഗ്രഹം ശക്തമായിട്ട് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ TVKയ്ക്കായിട്ട് അല്ലെങ്കിൽ വിജയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ടെത്തുന്നത്. അപ്പോൾ വിജയ്ക്ക് വേണ്ടി സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ അത് TVK പാനലും കൂടെ സംസാരിക്കുന്നു എന്നുള്ള ചോദ്യം കൂടി വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു 2 കാരണങ്ങൾ കൂടി അടിസ്ഥാനത്തിൽ കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ
സിനിമയെ മാത്രമായിട്ട് സംസാരിക്കാതെ BJPയുടെ പോളിറ്റിക്സ്, മിസ്റ്റർ നരേന്ദ്രമോദിയുടെ പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ എക്സിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി. ഇനിയിപ്പോൾ ജനനായകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് 2-3 വിഷയങ്ങൾ സംസാരിക്കാം. ഒന്ന്, പൊങ്കൽ റിലീസ് ചെയ്യേണ്ട ഈ സിനിമ തമിഴ് സിനിമാ മേഖലയിൽ ഇപ്പോൾ രണ്ടായിട്ടൊക്കെ തിരിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോ ഗ്രീൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓണറായ ജ്ഞാനവേൽ രാജ ശിവകാർത്തികേയനെതിരെ ഭയങ്കരമായ രീതിയിൽ സംസാരിച്ചു. അതായത് ശിവകാർത്തികേയൻ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നുള്ളത് വ്യക്തമാണ്. ജ്ഞാനവേൽ രാജ പറഞ്ഞൊരു കാര്യം, പൊങ്കൽ സമയമാണ്, അപ്പോൾ റിലീസാവാത്ത സിനിമയ്ക്കൊപ്പം നമ്മൾ നിൽക്കണം, അല്ലാതെ സ്റ്റേജിൽ കയറി കരഞ്ഞുകൊണ്ട് നാടകം കാണിച്ച് അണ്ണൻ തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നാടകം കാണിക്കരുതെന്ന് പറയുന്നത് ശിവകാർത്തികേയൻ ഉദ്ദേശിച്ചാണ്. കാരണം പരാശക്തി എന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ശിവകാർത്തികേയൻ പരാശക്തി ഓഡിയോ ലോഞ്ചിൽ വെച്ച് ഇത് അണ്ണൻ തമ്പി പൊങ്കൽ എന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സിനിമയുടെ കാര്യം ഭയങ്കര പ്രതിസന്ധിയിൽ നിൽക്കുന്നൊരു ഘട്ടവും കൂടി ഉണ്ടായിരുന്നു. പരാശക്തിയും അതേ രീതിയിലുള്ള പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, തർക്കമൊന്നുമില്ല. കാരണം അപ്പോഴും അവർക്ക് CBFC കിട്ടിയിട്ടില്ല, ആ സർട്ടിഫിക്കറ്റ് അവരുടെ കൈകളിലേക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും രണ്ട് ആരാധകരെയും സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശിവകാർത്തികേയൻ കാണിച്ചൊരു ഷോ ആണ് ഇത് എന്നുള്ളതാണ് തമിഴ് സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാതാവായ ജ്ഞാനവേൽ രാജ പറയുന്നത്. ഈ ജ്ഞാനവേൽ രാജയാണ് ആരാണ്? ഈ കങ്കുവ എന്ന സിനിമയുടെ നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് റിലീസ് ചെയ്ത സിനിമ കങ്കുവയാണ്. ഇപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമ വാവാത്തിയാറാണ്. അത് കാർത്തിയാണ് നായകനെ എത്തിയത്. വാവാത്തിയാറിന് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്, അത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ജ്ഞാനവേൽ രാജ ശിവകാർത്തികേയനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ് സിനിമ രണ്ടായിട്ട് ഘട്ടം തിരിയുന്ന ഒരു സാധ്യതയിലേക്ക് കൂടി വരുന്നുണ്ട്. ഒന്ന് പരാശക്തി എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരും, മറ്റൊന്ന് റെസ്റ്റ് ഓഫ് തമിഴ് സിനിമ പ്രേക്ഷകർ അല്ലെങ്കിൽ പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പരാശക്തി വേഴ്സസ് റെസ്റ്റ് ഓഫ് തമിഴ് സിനിമ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. എന്തുകൊണ്ട് പരാശക്തി വേഴ്സസ് റെസ്റ്റ് ഓഫ് തമിഴ് സിനിമ എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വിജയ് ആരാധകർക്കെതിരെ ഇതേ പരാശക്തിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ വിജയ് ആരാധകർ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ സിനിമയെ ബാക്ക്ലാഷ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സിനിമ റിലീസാവാത്തതിന് കാരണം ഞങ്ങളാണോ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നത്, ഞങ്ങൾക്കെതിരെ നെഗറ്റീവ് റിവ്യൂസ്, ഡീഗ്രേഡിങ്, ബുക്ക് മൈ ഷോയിൽ മിസ്റപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, എന്തിനാണ് ഞങ്ങളുടെ സിനിമയെ ഇതുപോലെ തകർക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലെ വേറൊരു സിനിമയ്ക്ക് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് എക്സിൽ തുറന്നടിക്കുകയും ചെയ്തു. വിജയ് ആരാധകർ തെല്ലൊന്നും അല്ല ചൊടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നിർത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പരാശക്തി ടീം. പക്ഷേ ഇത് ഒരു പടിയും കൂടി മുകളിലോട്ട് പോയി. പരാശക്തിയുടെ സംവിധായകയായ സുധാ കൊങ്കര തന്നെ വിജയ് ആരാധകർക്ക് നേരെ സംസാരിക്കുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതായത് ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നത് വിജയ് ആരാധകരാണ്. ഇവിടെ പൊങ്കലിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതെ പോയ ആരാധകരാണ് ഈ സിനിമയെ. അപ്പം ഇത് വ്യക്തമാണ്. അതായത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ജനനായകൻ റിലീസ് ആവാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കാരണം വിജയ് ആരാധകർ എല്ലാവരും കൂടി ചേർന്ന് പരാശക്തിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അവർ സ്വാഭാവികമായിട്ട് അവരുടെ സിനിമ പ്രോഡക്റ്റ് വർക്കാവാത്തത് കൊണ്ട് അവർ ഒരാളുടെ തലയിലിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നല്ല സിനിമകൾക്ക് ഒരാൾക്കും ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല, അത് സിനിമ പ്രേക്ഷകർ പോയി കാണും. ഈ പരാശക്തി റിലീസാവുന്നത് 10-ാം തീയതിയാണ്. അതിനുശേഷം ശനി ഞായർ നല്ല ബുക്കിംഗ് ഉണ്ടായിരുന്ന പരാശക്തി തിങ്കളാഴ്ച തൊട്ട് നല്ല രീതിയിൽ ഡൗണായി. ഈ ഡൗൺ ആവാനുള്ള കാരണം വിജയ് ആരാധകർ എന്ന് പറഞ്ഞാൽ അവരുടെ തലയിലോട്ട് പഴിയാരുകയാണ് പരാശക്തി ടീം. അതുകൊണ്ടാണ് ഞാൻ പരാശക്തി വേഴ്സസ് റെസ്റ്റ് ഓഫ് തമിഴ് സിനിമ എന്ന് പറഞ്ഞത്. കാരണം റെസ്റ്റ് ഓഫ് തമിഴ് സിനിമ ഒട്ടാകെ തന്നെ ഈ സിനിമയ്ക്ക് ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ജീവനായകനായ TTT എന്ന് പറയുന്ന സിനിമ, അത് മലയാളിയായ നിതീഷ് സഹദേവാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ സിനിമ ഇന്ന് റിലീസിനെത്തുകയാണ്. ആ സിനിമ പ്രസ് മീറ്റ് ഇവിടെ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു, കേരളത്തിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ പോലും വിജയ് സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെത്തി. വാവാത്തിയർ എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിയും ജ്ഞാനവേൽ രാജയും ഒക്കെ സംസാരിച്ചു. അപ്പം മക്കൾ നീതിമയ്യം നായകനായ കമൽ ഹാസൻ അദ്ദേഹം സംസാരിച്ചു, സ്റ്റാലിൻ സംസാരിച്ചു. അങ്ങനെ ഈ റെസ്റ്റ് ഓഫ് തമിഴ് സിനിമ ബാക്കിയുള്ള എല്ലാവരും തന്നെ ജനനായകൻ ചിമ്പു സംസാരിച്ചു. ചിമ്പു പറഞ്ഞു, എന്നാണോ ഈ സിനിമ വരുന്നത് അന്നാണ് പൊങ്കൽ എന്ന് പറയുന്നു. പ്രകാശ് രാജ് CBFCക്കെതിരെ സംസാരിക്കുന്നു. ഇങ്ങനെ പല തമിഴ് സിനിമയിലെ മേഖലയിൽ ഒട്ടാവർ മാറുമ്പോൾ മറുഭാഗത്ത് പരാശക്തി എന്നൊരു സിനിമ റിലീസ് ചെയ്യുന്ന അതിൻ്റെ അണിയർ പ്രവർത്തനം കൂടെ വിജയ് ആരാധകരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഇത് തമിഴ് സിനിമയ്ക്ക് ഒട്ടും ഹെൽത്തി ആവുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നേരെ മറിച്ച് വിജയ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ കാത്തിരിപ്പും ഒരുപക്ഷെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഒന്ന്, നാളെ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായൊരു വിധി പറഞ്ഞു. കാരണം സുപ്രീം കോടതിയും കൂടി ഇനി തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനനായകൻ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കും. കാരണം ഇനി ഇലക്ഷൻ എങ്ങാനും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ തമിഴ്നാട്ടിലാവട്ടെ കേരളത്തിലാവട്ടെ ഏറ്റവും നിർണായകമായ വർഷം കൂടിയാണ് 2026. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്കീം എല്ലാം നമുക്കറിയാം. അപ്പോൾ TVക്ക് 2026 കാലെടുത്ത് വെക്കാൻ പോവുകയാണ് നിയമസഭാ ഇലക്ഷൻസിൽ. അപ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ എന്ന നിലയിൽ ഈ സിനിമയിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം തന്നെ ഈ സിനിമയ്ക്കകത്ത് കുത്തിക്കയറ്റിയിട്ടുണ്ട്. അത് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരുപക്ഷെ CBFCയിലെ ആ 5 അംഗ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോയത്. അയാളെ ചൊടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ഈ ട്രെയിലർ ആയിരിക്കാം. കാരണം ഈ ട്രെയിലർ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ മാസം പകുതിയോടുകൂടി ഡിസംബർ 20-ാം തീയതി CBFCയിലേക്ക്
ജനനായകൻ ടീം കോപ്പി അയച്ചപ്പോൾ അന്ന് കുറച്ച് കട്ട്സ് വേണമെന്ന് പറഞ്ഞ് ഏകദേശം 27ഓളം കട്ടുകൾ ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ നടത്തിയിട്ട് 24-ാം തീയതി ഇത് വീണ്ടും അയച്ചു കൊടുത്തു. ഡിസംബർ 24-ാം തീയതി ഇത് വീണ്ടും അയച്ചു കൊടുത്തതിന് ശേഷം അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല, US സർട്ടിഫിക്കറ്റ് 16+ തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് പ്രൊഡ്യൂസറിനോട് വാക്കാൽ പറഞ്ഞ ഇവർ പിന്നീട് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തില്ല, വെയിറ്റ് ചെയ്തു. ഒരുപക്ഷെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കാം, അറിയില്ല. അങ്ങനെ 3-ാം തീയതി വൈകുന്നേരം 6:45 ഈ ട്രെയിലർ വന്നതിന് ശേഷമാണ് 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ സിനിമ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്. ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോൾ പോലും സാധാരണയായി വിജയ് സിനിമകളിൽ സംഭവിക്കുന്ന ഗിമ്മിക്കുകൾ മാത്രമാണെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകർ 7-ാം തീയതി വൈകിട്ട് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഈ ഉത്തരവും കൂടെ വന്നതിന് ശേഷം പിന്നീട് ഒരു രക്ഷയില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയായി. 9-ാം തീയതി ആയപ്പോഴേക്കും 21-ാം തീയതി ഹിയർ ചെയ്യാമെന്ന് കൂടെ പറഞ്ഞതോടെ വിജയ് ആരാധകർ എല്ലാ പ്രതീക്ഷകളും ഒക്കെ വിറ്റു. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള നാൾ വഴികളെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ 9-ാം തീയതിക്ക് ശേഷം ഒരുപക്ഷെ വിജയ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസം നാളെ ആയിരിക്കും. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേറ്റ് കിട്ടാൻ പോകുന്നത് നാളെയാണ്. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സുപ്രീം കോടതി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് സിനിമയും സർട്ടിഫിക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. സുപ്രീം കോടതി എത്രമാത്രം സീരിയസ്നെസ്സോടുകൂടി കാണുമെന്നുള്ളത് വളരെ നിർണായകമായ ഒരു ക്വസ്റ്റ്യനാണ്. ഈ പ്രൊട്ടസ്റ്റ്, ഈ കാര്യങ്ങൾ, ഈ സിനിമയെല്ലാം തന്നെ ഇപ്പോൾ നാഷണൽ വൈഡായിട്ട് ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്നു. പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ഇത് ഏറ്റെടുക്കുന്നു, ലോകമൊട്ടാകെയുള്ള മീഡിയ പ്രവർത്തകരെല്ലാം ഇത് ഏറ്റെടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഈ കേസ് വരുമ്പോഴേക്കും അത് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ സിനിമ എത്രയും വേഗം ഇവർക്ക് റിലീസിന് എത്തിച്ചാൽ മതിയാവുകയുള്ളൂ. കാരണം ജനനായകൻ റിലീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പം മലയാളത്തിൽ നിന്ന് തന്നെ ഒരു സിനിമ നേരത്തെ പ്രീപോൺ ചെയ്തു. അതായത് പെണ്ണ് കേസ് എന്നാണ് സിനിമയുടെ പേര്. നിഖില വിമൽ ചിത്രം നേരത്തെ തന്നെ എത്തി. 16-ാം തീയതി റിലീസ് ചെയ്യേണ്ട സിനിമയാണ്, അവർ നേരത്തെ റിലീസ് ചെയ്ത് 10-ാം തീയതി എത്തിച്ചു. അതെന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ജനനായകന് വേണ്ടിയിട്ട് അത്രയധികം സ്ക്രീനുകൾ മാറ്റിവെച്ചിരുന്നു. അപ്പോൾ ആ സ്ക്രീനുകൾ യൂട്ടിലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പെണ്ണ് കേസ് നേരത്തെ വരുന്നത്. പല സിനിമകളും തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് ഇപ്പോഴും റിലീസ് ചെയ്യാനുള്ളൊരു കാരണം ഇപ്പോഴും ആ സ്ക്രീൻ സ്പേസ് ഉണ്ട്, ആ സ്പേസ് ഉണ്ട്. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം 21-ാം തീയതിയാണ് ഡിവിഷൻ ജഡ്ജിൽ നിന്ന് ഹിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 15-ാം തീയതിയൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് ഒരാഴ്ചയോളം വീണ്ടും ആ സ്പേസ് കിട്ടും, ജനനായകൻ വരില്ല. അപ്പം ഇനി സുപ്രീം കോടതി നാളെ ഇനി എന്താ പറയുന്നതെന്ന് അറിയില്ല. ഇനി അഥവാ പറഞ്ഞാൽ പോലും ജനുവരി 23-ന് ശേഷം മാത്രമേ പ്രതീക്ഷിച്ചാൽ മതി. അപ്പം മനസ്സിലായില്ല. അപ്പോൾ 15-ാം തീയതി എത്തിയാൽ പോലും ഒരാഴ്ച അവർക്ക് ഫ്രീ റൺ ഉണ്ട്. വേറെ വലിയ ക്ലാഷുകൾ വരുന്നില്ല, വിജയ് ചിത്രം വരുന്നില്ല, അതാണല്ലോ ഏറ്റവും വലിയ ക്ലാഷ്. അപ്പോൾ ആ ചിത്രം വരുന്നില്ല, അത് ഉറപ്പായതോടുകൂടി പ്രൊഡ്യൂസേഴ്സ് ഓക്കെ ആയി. അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ടെൻഷനായിരുന്നു. കാരണം ജനനായകൻ 9-ാം തീയതി റിലീസിന് എത്തിയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ കാര്യം. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെയാണ് സെൻസർ ബോർഡിൻ്റെ കാര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ജനനായകൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഉപകാരം എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമൊന്നും വിചാരിക്കരുത്, ചെറിയൊരു ഉപകാരം മാത്രമാണ്. ഈ ലിയോ, ഗോട്ട് ഈ 2 സിനിമകളും വിജയ് ചിത്രങ്ങൾ ഇറങ്ങിയ സമയത്ത് ഈ ചിത്രങ്ങൾ IMAX-ൽ റിലീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമ ജനനായകൻ IMAX റിലീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ IMAXുകാർ ഈ ജനനായകൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയോട് ചോദിച്ചേക്കാണ്, എന്ത്, നിങ്ങൾക്ക് ഈ സിനിമ IMAX-ൽ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് ജനനായകൻ IMAX-ൽ റിലീസ് ചെയ്യാണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം സംസാരിക്കാം. ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ആദ്യം ഈ സിനിമ IMAX-ൽ റിലീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഡിസംബർ 19-ാം തീയതി അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഇരുന്നതോടുകൂടി ആ സിനിമയ്ക്ക് ഒരു ലോങ് റൺ കിട്ടുമെന്നും അത് ജനനായകൻ എന്ന സിനിമയ്ക്ക് ബാധിക്കുമെന്നതാണ് ആദ്യം കരുതിയിരുന്നത്. ബിക്കോസ് അവതാർ ഇസ് എൻ IMAX എക്സ്പീരിയൻസ്. ജനനായകൻ അങ്ങനെ IMAX എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയല്ല എന്നുള്ളത് മണിയർ പ്രവർത്തകർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് IMAX ഇത് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്തില്ല. പക്ഷേ ഫയർ ആൻഡ് ആഷ്, അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന സിനിമ വെള്ളത്തിലൊഴിച്ച് ആ ഫയറെല്ലാം കെട്ടുപോയതോടുകൂടി അത് ഒരു രീതിയിൽ മാറി. അപ്പോൾ അങ്ങനെ മാറിയതിനു ശേഷമാണ് ഇപ്പോൾ തുടർച്ചയായ 3-ാമത്തെ സിനിമയും കൂടി IMAX-ൽ റിലീസ് ചെയ്യണമെന്ന ആവശ്യവുമായിട്ട് IMAX ഇന്ത്യ ഇപ്പോൾ ജനനായകൻ ടീമിനെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതൊരു ചെറിയ ഉപകാരമായിട്ട് നിൽക്കുകയാണ്. ഇനി മറ്റൊരു ഉപകാരം കൂടെ പറയാം. ഈ ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള OTT റൈറ്റ്സ്, ഓഡിയോ റൈറ്റ്സ് ഇതൊക്കെ നേരത്തെ വിറ്റുപോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളൊക്കെ തന്നെ കൂടുതൽ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രോഫിറ്റ് വൈസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഈ സിനിമയുടെ റീച്ച് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, ലോകമെമ്പാടും വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു വിജയ് സിനിമ എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് കണക്കാക്കുകയും ഇന്ത്യയിലും മലേഷ്യയിൽ വെച്ച് നടന്ന ഓഡിയോ ലോഞ്ചിൽ വെച്ച് മാത്രമായിട്ട് ചുരുങ്ങാതെ ഇത് ലോകമൊട്ടാകെയുള്ള ആളുകൾ ഇപ്പോൾ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇത് ലോകമൊട്ടാകെയുള്ള മീഡിയ ഇത് ഏറ്റെടുക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അവിടെ ആളുകളിലേക്ക് ഈ സിനിമ എത്തും. എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ള ഉള്ളടക്കം, CBFCക്ക് ഇത്രയധികം ചൊടിപ്പിക്കാനുള്ള കാരണം എന്താണെന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉയരാം. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെ കണ്ടന്റ് എന്താണ്, ഈ സിനിമ കണ്ടേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസ് നമ്മളെപ്പോലുള്ളവർ തന്നെ ഉണ്ട്. കാരണം ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെങ്കിൽ CBFCക്ക് ഒരിക്കലും ഇത് ചൊടിപ്പിക്കേണ്ടി വരുന്ന ഒരു ആവശ്യം വരുന്നില്ല. എന്നാൽ അപ്പോഴാണ് ഇത് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് മാത്രമല്ല, ഈ സിനിമയ്ക്കകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള സംശയങ്ങൾ, കാരണങ്ങൾ ഒക്കെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ സിനിമയുടെ ബൂസ്റ്റിന് വലിയ രീതിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിലും ഒരു തരത്തിലും തർക്കമില്ല. മാത്രമല്ല ദളപതി 69 എന്ന ഈ സിനിമ ജിജയുടെ 69-ാമത്തെ സിനിമ, അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിലും മികച്ചൊരു ഫെയർവെൽ ഇനി കിട്ടാനുണ്ടോ എന്ന് അറിയില്ല. കാരണം വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങൾ മാത്രമായി പൊക്കോണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അവസാനത്തെ സിനിമയിൽ എത്തുമ്പോൾ ഒരു വലിയ വിവാദത്തിൽ ഇപ്പോഴും റിലീസ് ഡേറ്റ് പോലും എന്താണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പം അങ്ങനെ നിൽക്കുന്നൊരു അവസരത്തിലാണ് വിജയ് ആരാധകർക്ക് കുറച്ചുകൂടി ഒരു ആവേശം പകരുന്ന രീതിയിൽ നാളെ സുപ്രീം കോടതി ഈ കേസ് ഏറ്റെടുക്കുന്നത്. രാവിലെ 10:30 ഈ കേസ് ഏറ്റെടുക്കും എന്നുള്ളതാണ് നിലവിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആരാധകർ, പ്രേക്ഷകർ, പൊളിറ്റീഷ്യൻസ്, സിനിമ റിവ്യൂവേഴ്സ്, നിരീക്ഷകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് നാളെ രാവിലത്തേക്കാണ്. സുപ്രീം കോടതി എന്ത് പറയും, ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ സ്റ്റാൻഡ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ തമിഴ് സിനിമാ ലോകം പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.